കോൺഗ്രസിൽ തിരുത്തൽ നടപടികൾക്ക് സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളുമെന്ന് തീരുമാനിച്ച് G23 നേതാക്കളുടെ യോഗം. കോൺഗ്രസിനെ ഏവരെയും ഉൾക്കൊള്ളുന്ന നേതൃത്വം വേണമെന്ന് G23 ആവശ്യപ്പെട്ടു. ശക്തമായ പ്രതിപക്ഷമാകാൻ നടപടി ആവശ്യപ്പെട്ട് ഗുലാം നബി ആസാദ് സോണിയാഗാന്ധിയെ കാണും. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഡൽഹിയിൽ G23 നേതാക്കളുടെ യോഗം. ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ എംപിമാരായ ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, ശശി തരൂർ, അഖിലേഷ് പ്രതാപ് സിംഗ് അടക്കം 18 നേതാക്കൾ നേരിട്ട് പങ്കെടുത്തു. അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൗറിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി. സംഘടനയ്ക്ക് അകത്ത് തിരുത്തൽ നടപടികൾക്ക് സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളാൻ യോഗം തീരുമാനിച്ചു. കോൺഗ്രസിന് ശക്തമായ നേതൃത്വം വേണമെന്ന് G23 ആവശ്യപ്പെട്ടു. കൂട്ടായ തീരുമാനം കൈക്കൊള്ളുന്ന രീതിയിലേക്ക് പാർട്ടി മാറണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ശക്തമായ പ്രതിപക്ഷമാകാൻ നടപടി ആവശ്യപ്പെട്ട് ഗുലാം നബി ആസാദ് സോണിയാഗാന്ധിയെ കാണും. യോഗത്തിൽ ഉയർന്നുവന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ സോണിയാഗാന്ധിയെ ധരിപ്പിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ തെളിവുകൾ ദിലീപ് നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. ഇതിലൊരു തീർപ്പിലേക്ക് കോടതി ഇന്ന് എത്തുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, കേസുമായി ബന്ധപ്പെട്ട് നാടകീയ വഴിത്തിരിവുകളിലേക്കും വാദമുഖങ്ങളിലേക്കുമൊക്കെയാണ് കേസ് ഇപ്പോഴും നീങ്ങുന്നത്. കാരണം ഈ കേസിലെ FIR തന്നെ നിലനിൽക്കില്ല എന്ന വാദമാണ് ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ശക്തമായ തെളിവുകൾ ദിലീപിനെതിരെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് അന്വേഷണ സംഘം വാദിക്കുന്നു. ഒപ്പം ദിലീപ് മൊബൈൽ ഫോണിൽ നിന്നുള്ള രേഖകൾ മായ്ച്ചു കളയാൻ നടത്തിയ ശ്രമങ്ങൾ ഇതിനകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുംബൈയിലെ ലാബിലെത്തിച്ച് ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്ന് കൃത്യമായി പോലീസ് സമർത്ഥിക്കുന്നു. ഒപ്പം ദിലീപിൻ്റെ അഭിഭാഷകർക്ക് ഈ തെളിവ് നശിപ്പിക്കലിലുള്ള പങ്കിനെക്കുറിച്ചും കൃത്യമായി പറയുന്നു. പ്രത്യേകിച്ചും B രാമൻപിള്ള തൻ്റെ അഭിഭാഷക ഓഫീസിലെ വൈഫൈ ഉപയോഗിച്ചാണ് IT വിദഗ്ധൻ സായി ശങ്കറിൻ്റെ സഹായത്തോടുകൂടി രേഖകൾ നശിപ്പിച്ചത് എന്ന കണ്ടെത്തലുമുണ്ട്. എന്നാൽ ഇത്തരം കണ്ടെത്തലുകൾ ദിലീപ് ക്യാമ്പ് പാടെ തള്ളുകയാണ്. കാരണം തൻ്റെ സ്വകാര്യ വിവരങ്ങൾ, സ്വകാര്യ സംഭാഷണങ്ങൾ, സ്വകാര്യ സന്ദേശങ്ങൾ എന്നിവയൊക്കെ ഈ മൊബൈൽ ഫോണുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവ മാത്രമാണ് താൻ നശിപ്പിച്ചത്. മറ്റ് കേസിനെ ബാധിക്കുന്ന ഒരു തരത്തിലുമുള്ള വസ്തുതകൾ, രേഖകൾ എന്നിവ താൻ ഈ ഫോണിൽ നിന്നും നശിപ്പിച്ചിട്ടില്ല എന്നും പറയുന്നു. പക്ഷേ ഇതെങ്ങനെ തിരിച്ചറിയും എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ചോദ്യം. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഫോണിലുള്ള വിവിധ രേഖകളിൽ അത് സ്വകാര്യ രേഖകൾ മാത്രമാണ് നീക്കം ചെയ്തത് എന്നത് എങ്ങനെ കണ്ടെത്തും എന്ന അതീവ ഗുരുതരമായ ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ദിലീപിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് ഒരു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതി പറയുന്നതിനായാണ് വിളിച്ചതെന്ന് പറയുന്നു. എന്നാൽ ഈ കോളിന് തൊട്ടു പിന്നാലെ അഭിഭാഷകനെ വിളിക്കുന്നു. ഇതിനുശേഷം ദിലീപിൻ്റെ ഫോണിലെ മെസ്സേജുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് വളരെ സങ്കീർണമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. IT വിദഗ്ധരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഈ DIGയുടെ മൊഴിയെടുക്കേണ്ടി വരും. ഇത്തരം നിരവധി കാര്യങ്ങൾ കേസിൽ ഇനി മുന്നോട്ട് പോകാൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കേസ് റദ്ദാക്കുന്നത് അന്വേഷണ നടപടികളെ പൂർണ്ണമായി ബാധിക്കും. തെളിവ് നശിപ്പിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയ ഒരു പ്രതിയാണ് ദിലീപ്. അതുകൊണ്ട് ദിലീപിൻ്റെ വാക്കുകൾ മുൻപിലേക്കെടുത്ത് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങരുത് എന്ന് പോലീസ് വാദിക്കും. പ്രത്യേകിച്ചും വീട്ടിൽ മുൻ ജോലിക്കാരനായിരുന്ന ദാസിന്റെ അടക്കമുള്ള ശക്തമായ മൊഴികൾ ദിലീപിനെതിരെ ഉണ്ട് എന്നും പറയുന്നു. എന്നാൽ ഈ മൊഴി തെറ്റാണ് എന്ന് ദിലീപ് കോടതിയിൽ വാദിക്കുന്നു. ശരിയായ നടപടികളാണ് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രതീക്ഷിക്കുന്നത്. അനീഷ്, കോടതിയിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത WCC നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടാണ്. സിനിമാ ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇതിൽ ഇന്ന് കോടതി വിധി പറയുകയാണ്. സിനിമാ മേഖലയിൽ വളരെ നിർണായകമാകുന്ന ഒരു തീരുമാനമായിരിക്കും ഇന്നത്തെ കോടതി വിധിയിലൂടെ ഉണ്ടാകുന്നതെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പരസ്പര ബന്ധിതമായി കിടക്കുന്ന ഒരു കേസ് തന്നെയാണ് WCC നൽകിയ ഈ കേസെന്ന് നമുക്ക് പറയാം. 2018 ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിനുശേഷം വളരെ വിശദമായ വാദം കേൾക്കുകയും ചെയ്തു. ജനുവരി 31 സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ കേസിൽ കക്ഷി ചേരുകയും നീതിയുക്തമായ ആവശ്യമാണ് ഈ വനിതാ സിനിമാ സംഘടന ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിന് ശേഷമാണ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന
ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി വലിയ ചോദ്യങ്ങൾ ഉയർന്നത്. നിരവധി സ്ത്രീകൾ പല മേഖലകളിലായി നടിമാരായും സംവിധായകരായും സാങ്കേതിക പ്രവർത്തകരുമായൊക്കെ പ്രവൃത്തിയെടുക്കുന്ന ഒരു സിനിമയിൽ ഇത്തരം എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ആഭ്യന്തര സംവിധാനം പോലും സിനിമയിൽ ഇല്ല എന്ന വാദമാണ് ഉണ്ടായത്. ഇതിന് ശേഷം പിന്നീട് സർക്കാർ ഹേമ കമ്മീഷൻ നിയോഗിച്ച് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ റിപ്പോർട്ടിന്മേൽ മറ്റൊരു നടപടിയും സർക്കാർ കൈക്കൊള്ളാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ സിനിമാ മേഖലയിൽ ഉള്ള സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നാൽ അത് പരിഹരിക്കുന്നതിന് അവിടെ തന്നെ ഒരു ആഭ്യന്തര സംവിധാനം ഉണ്ടാവണമെന്ന കാര്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രമുഖരായ നടന്മാരൊക്കെ ഈ വനിതാ സമത്വത്തിനു വേണ്ടി വാദിക്കുമ്പോഴും അവരുടെ സിനിമകളിൽ പോലും ഇത്തരമൊരു സംവിധാനം ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും കോടതിയിൽ നിന്നും ഇത്തരമൊരു അനുകൂലമായ ഉത്തരവ് ഉണ്ടാകുമോ എന്നതാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ ഉറ്റുനോക്കുന്നത്. ശരി, എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില കുത്തനെ കൂട്ടിയതോടെ KSRTC കടുത്ത പ്രതിസന്ധിയിൽ. KSRTCക്ക് പ്രതിമാസം 25 കോടിയോളം രൂപയുടെ അധിക ബാധ്യത വരുത്തുന്നതാണ് തീരുമാനം. KSRTCയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ബൾക്ക് പർച്ചേസർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഡീസൽ ലിറ്ററിന് 21 രൂപ 10 പൈസ വർദ്ധിപ്പിച്ചത്. ഇതോടെ പൊതുവിപണി വിലയിൽ നിന്ന് 27 രൂപ 88 പൈസയുടെ അധിക തുക KSRTC നൽകേണ്ടി വരും. അതായത് 121 രൂപ 36 പൈസയാണ് 1 ലിറ്റർ ഡീസലിന് KSRTC നൽകേണ്ടത്. പ്രതിദിനം KSRTCക്ക് 75 ലക്ഷം മുതൽ 83 ലക്ഷം രൂപ വരെ അധിക ബാധ്യതയുണ്ടാകും. ഒരു മാസം 22 മുതൽ 25 കോടി വരെയാകും അധിക ബാധ്യത. തീരുമാനത്തിനെതിരെ KSRTC ഹൈക്കോടതിയെ സമീപിക്കും. പൊതുഗതാഗത മേഖലയെ തകർക്കുന്നതാണ് കേന്ദ്ര നടപടിയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ നടപടി പൊതുഗതാഗത മേഖലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണ്. കേന്ദ്രം പൊതുഗതാഗത മേഖലയോട് പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നത്. പ്രതിമാസം 25 കോടി രൂപയുടെ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് KSRTCക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 12 ലക്ഷത്തോളം കിലോമീറ്ററാണ് ദിവസേന KSRTC സർവീസ് നടത്തുന്നത്. ഇതിനായി 270 മുതൽ 300 കിലോ ലിറ്റർ വരെയുള്ള ഡീസലാണ് ഉപയോഗിച്ചു വരുന്നത്. ശമ്പളം ഉൾപ്പെടെയുള്ളവ നൽകാൻ കടുത്ത പ്രതിസന്ധി നേരിടുന്ന KSRTCക്ക് വില വർധന വൻ തിരിച്ചടിയാകും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പന്നിയങ്കരയിലെ ടോൾ പിരിവിനെതിരെ ബസ് ഉടമകൾ രംഗത്ത്. 50 ട്രിപ്പിന് 9,400 രൂപ ടോൾ നൽകണമെന്ന് കമ്പനി നിർദ്ദേശിച്ചത് അംഗീകരിക്കാനാകില്ല. ടോൾ നിരക്ക് കുറച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ് തീരുമാനം എന്നത് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമാണ് ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇടപെടലുകൾ? രേണുക, ഇന്നു മുതൽ പന്നിയങ്കരയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ടോൾ പിരിക്കും എന്നതാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 50 ട്രിപ്പിന് 9,400 രൂപയാണ് നിലവിലെ താരിഫ്. പക്ഷേ ഇത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. ഒരു ദിവസം ശരാശരി 4 മുതൽ 6 വരെ ട്രിപ്പുകൾ തൃശ്ശൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മാസം 180 സർവീസ് ട്രിപ്പുകൾ നടക്കും. 3 തവണയായി 50 ട്രിപ്പിന് 9,400 രൂപ പ്രകാരമാണെങ്കിൽ ഒരു മാസം 30,000-ഓളം രൂപ അത്തരത്തിൽ ടോൾ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ പ്രതിസന്ധി ഈ സർവീസിന് ഉണ്ടാകുമെന്നതാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ടോൾ കമ്പനിയുമായി സ്വകാര്യ ബസ് ഉടമകൾ ചർച്ച നടത്തിയെങ്കിൽ പോലും അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു നിലപാടാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ സ്ഥലം MLA ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയെങ്കിൽ പോലും ദേശീയപാത അതോറിറ്റിയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് വേറൊന്നും ചെയ്യാനാകില്ല എന്ന നിലപാട് കമ്പനി ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും തുക നൽകി സർവീസ് നടത്താനാകില്ല, അങ്ങനെയെങ്കിൽ ടോൾ പിരിക്കുകയാണെങ്കിൽ ടോൾ പ്ലാസയ്ക്ക് തൊട്ടു മുമ്പിൽ സർവീസ് അവസാനിപ്പിക്കേണ്ടി വരുമെന്നതാണ് വ്യക്തമാക്കുന്നത്. പാലക്കാട് അതോടൊപ്പം ഗോവിന്ദാപുരം, മംഗലഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 140 സ്വകാര്യ ബസ്സുകളാണ് തൃശൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത്. പ്രസാദ്, ഈ പ്രതിഷേധമൊക്കെ ഇന്നും തന്നെ ഉണ്ടാകുമോ? ഈ ബസ് സർവീസ് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നാണോ അവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ അത് വലിയ ബുദ്ധിമുട്ടിലാക്കുമോ? രേണുക, ഇന്ന് 9 മണിയോടുകൂടി ഇത്തരത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുമെന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ടോൾ പിരിവ് സ്വകാര്യ ബസ്സുകൾ പറഞ്ഞ
ഇളവ് നൽകിയില്ല എങ്കിൽ ടോൾ പിരിവ് മുന്നോട്ട് കമ്പനി പോവുകയാണെങ്കിൽ ടോൾ പ്ലാസയ്ക്ക് തൊട്ട് മുമ്പ് സർവീസുകൾ നിർത്തിവെക്കും. യാത്രക്കാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകും എന്നാണ് അവർ പറയുന്നത്. ടോൾ പിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സർവീസ് അവിടെ അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാർക്ക് വലിയ ദുരിതമായിരിക്കും ഉണ്ടാകുക. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി തൃശൂർ ഭാഗത്തേക്ക് പോയി മറ്റൊരു ബസ്സിൽ കയറി വേണം പോകാൻ, അല്ലെങ്കിൽ KSRTCയിൽ വേണം ഇവർക്ക് സഞ്ചരിക്കാൻ. ഇത്രയധികം കൂടുതൽ സ്വകാര്യ ബസ്സുകൾ തൃശൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവരും മറ്റു യാത്രക്കാർക്കെല്ലാം തന്നെ അതൊരു വലിയ ദുരിതമായിരിക്കും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ച ഉത്തരവിൽ പ്രതിഷേധിച്ച് കർണാടകയിൽ ഇന്ന് ബന്ദ്. മുസ്ലിം സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 7 മണി വരെയാണ് ബന്ദ്. ഹൈക്കോടതി ഉത്തരവ് നിരാശാജനകമാണെന്ന് കർണാടക അമീറെ ശരീയത്ത് മൗലാന സാഗിർ അഹമ്മദ് ഖാൻ റാഷിദി പറഞ്ഞു. നിർബന്ധിച്ച കടകൾ അടപ്പിക്കരുതെന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. ജപ്പാനിൽ ഭൂചലനത്തിൽ 2 മരണം, 90-ലധികം പേർക്ക് പരിക്കേറ്റു. ഫുക്കുഷിമയ്ക്ക് വടക്ക് ബുള്ളറ്റ് ട്രെയിൻ പാളം തെറ്റിയതായി റിപ്പോർട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെ വൈകിട്ടാണ് ഉണ്ടായത്. 11 വർഷം മുൻപ് ആണവ ദുരന്തമുണ്ടായ ഫുക്കുഷിമയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. ഭൂചലനത്തെ തുടർന്ന് പുറത്തിറക്കിയ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 7.3 തീവ്രത ഉണ്ടാക്കിയ ഭൂചലനം വലിയ ഭീതിയുണ്ടാക്കി. വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുദ്ധക്കുറ്റവാളിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റഷ്യ യുക്രൈനിൽ സൈനിക നടപടി തുടങ്ങിയ ശേഷം ആദ്യമായാണ് കടുത്ത ഭാഷയിൽ അമേരിക്ക റഷ്യയെ വിമർശിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയതിന്റെ പാപക്കറയുള്ള അമേരിക്ക പറയുന്നത് മുഖവിലക്കെടുക്കുന്നില്ലെന്ന് റഷ്യ പ്രതികരിച്ചു. മറിയുപ്പോൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ റഷ്യൻ ആക്രമണത്തിൽ അതീവ ഗുരുതരമാണ് സാഹചര്യം. ഇവിടെ തിയേറ്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 1200ഓളം പേർ അഭയം തേടിയിരുന്ന ഇടമാണ് തിയേറ്റർ. അതേസമയം റഷ്യൻ സേന തട്ടിക്കൊണ്ടുപോയ മെൽറ്റോപോൾ മേയറെ വിട്ടയച്ചു. യുക്രൈൻ യുദ്ധമുയർത്തുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പലിശ നിരക്കുകൾ ഉയർത്തിയ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 2018 ശേഷം ആദ്യമായാണ് നിരക്ക് ഉയർത്തുന്നത്. നാണ്യപ്പെരുപ്പം 40 വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതുവരെ 0-ന് അമേരിക്കയിൽ പലിശ നിരക്ക്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഈ നിലയിലേക്ക് നിരക്ക് താഴ്ത്തിയത്. അമേരിക്ക പലിശ ഉയർത്തിയാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഓഹരികളിലെ വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ആലപ്പുഴ നൂറനാട് ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. പ്രഭാത സവാരിക്കിറങ്ങിയ നൂറനാട് എരുമക്കുഴി സ്വദേശി രാജു മാത്യു, വിക്രമൻ നായർ എന്നിവരാണ് മരിച്ചത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. രാവിലെ 6 മണിക്കായിരുന്നു അപകടം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ദുഃഖകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇന്ന് രാവിലെ ആലപ്പുഴ നൂറനാട് പ്രഭാത സവാരിക്കിറങ്ങിയ 4 പേർക്കിടയിലേക്കാണ് ടോറസ് വാഹനം പാഞ്ഞു കയറിയത്. തുടർന്ന് 2 പേര് ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാള് സംഭവ സ്ഥലത്ത് മറ്റൊരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴുമാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നൂറനാട് എരുമക്കുഴി സ്വദേശി രാജു മാത്യു, ഒപ്പം തന്നെ വിക്രമൻ നായർ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്കും ഗുരുതര പരിക്കുകളുണ്ട്. ഇവരെ അവിടെ തന്നെയുള്ള നൂറനാട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഹനം ഇടിച്ച ശേഷം നിർത്താതെയാണ് പോയത്. രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. വാഹനത്തിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. എന്തായാലും പരിക്കേറ്റവരുടെ നിലയും ഗുരുതരമാണ്. രേണുക, ശരി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തണ്ടർ ബോൾട്ട് സുരക്ഷയൊരുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിന്റെ ഇടം വലം തണ്ടർ ബോൾട്ട് സേനയിലെ 2 പേർ എപ്പോഴും ഉണ്ടാകും. തനിക്കിപ്പോഴും ഭീഷണിയുണ്ടെന്ന് CPM നേതാവ് കൂടിയായ സുനിൽ പറയുന്നു. CPI മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയിൽ 6 മാസം മുമ്പാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിനെതിരെ പരാമർശം.
ബല്ലാരി റെഡ്ഡിയെ ചവിട്ടി പുറത്താക്കുകയെന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ പതിപ്പിൽ പയ്യാനിക്കോട്ടെ മലനിരകൾ കുത്തകകൾക്ക് കൈമാറാൻ CPM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ സുനിൽ ശ്രമിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തണ്ടർബോൾട്ട് സേനയിലെ 2 പേർ സദാസമയവും സുനിലിനൊപ്പമുണ്ട്. മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇപ്പം യഥാർത്ഥത്തിൽ മാവോയിസ്റ്റ് ഭീഷണിയുടെ ഭാഗമായിട്ട് ഒരു സെക്യൂരിറ്റി തണ്ടർബോൾട്ട് സെക്യൂരിറ്റി വേണമെന്ന് പോലീസ് സൂപ്രണ്ട് അറിയിച്ചത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ഇപ്പം ഇന്ന് വരെ തണ്ടർബോൾട്ട് സെക്യൂരിറ്റി ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിലും വീട്ടിലും പൊതുപരിപാടികളിലുമെല്ലാം തണ്ടർബോൾട്ടിന്റെ സുരക്ഷയുണ്ട്. ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് മുതുകാടേക്ക് താമസം മാറിയിരുന്നു. ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നതായി കെ സുനിൽ പറയുന്നു. ഒഴിവാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പം പോലീസ് പറയുന്നത്, പ്രത്യേകിച്ച് പോലീസിന്റെ ഇന്റലിജൻസ് ബ്യൂറോ അവർ പറയുന്നത് ഈ മുതുകാട് പ്രദേശത്ത് ഇപ്പോഴും മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. ഈ സംഭവത്തിന് ശേഷം 3 തവണ നിരവധി വീടുകളിൽ മാവോയിസ്റ്റുകൾ വരികയും നമ്മുടെ ലൊക്കേഷൻ അന്വേഷിക്കുകയും നമ്മളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെക്കുറിച്ചും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വിവരം കൃത്യമായി പോലീസ് ഉള്ളതുകൊണ്ടാണ് സെക്യൂരിറ്റി എന്ന നിലയിൽ ഒഴിവാക്കാൻ പോലീസ് തയ്യാറാവുന്നത്. സുനിലിന്റെ വീടിന് സമീപമുള്ള ആദിവാസി കോളനിയിൽ മാവോയിസ്റ്റ് സംഘം എത്തിയിരുന്നതായി പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷ തുടരാനാണ് തീരുമാനം. സാധാരണ നിലയിൽ സുരക്ഷയ്ക്കായി പോലീസുകാരെയാണ് നിയോഗിക്കാറ്. എന്നാൽ സുനിലിനെതിരെയുള്ള ഭീഷണി അതീവ ഗൗരവതരമായതിനാലാണ് തണ്ടർബോൾട്ടിനെ നിയോഗിച്ചതെന്നാണ് പോലീസ് വിശദീകരണം. ചക്കിട്ടപ്പാറയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് C. കല്ലുമുട്ടിക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18. ഐഎസ്എല്ലിൽ ഹൈദരാബാദ് FCയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പുയർത്തുമെന്ന് ടീമിന്റെ ആരാധകനായ 10 വയസ്സുകാരൻ കാർത്തിക്. സെമി ഫൈനൽ മലപ്പുറത്തെ വീട്ടിലിരുന്നാണ് കണ്ടതെങ്കിൽ ഫൈനൽ കാണാനായി ഗോവയ്ക്ക് പോകുമെന്നും IM വിജയൻ കൊണ്ടുപോകുമെന്ന് ഏറ്റിട്ടുണ്ട് എന്നും കാർത്തിക് പറഞ്ഞു. സെമി ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജയത്തിൽ കണ്ണീരണിഞ്ഞ കാർത്തിക്കിന്റെ വീഡിയോ വൈറലായിരുന്നു. നമസ്കാരം, ഞാൻ കാർത്തികാണ്. സെമി ഫൈനലിൽ നമ്മൾ ജയിക്കല്ല, സമനിലയായി. അതോടുകൂടി നമ്മൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫൈനലിൽ നിന്ന് എത്ര വലിയ ടീം വന്നാലും നമ്മൾ ജയിക്കും. കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 2-1 ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. പക്ഷെ അത് ജയിക്കാണ്ട് കഴിഞ്ഞില്ല. ആദ്യം ലൂണയുടെ ഗോളാണ് വന്നത്, ഒരു കർവിങ് ഷോട്ട്. പിന്നെ ജംഷഡ്പൂരിന് വേണ്ടി കോർണറിൽ മത്സരത്തിൽ ആദ്യ കോർണർ തന്നെ 2-ാം പകുതിയിലായിരുന്നു. അതിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്ത്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല ഒരു കളിയായിരുന്നു. മലപ്പുറത്തു നിന്നാണ് കളി കണ്ടത്. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കളി കാണുന്നത്. അപ്പോൾ എനിക്ക് അതും വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായ ദിവസങ്ങളിൽ ആണിപ്പോൾ കടന്നു പോകുന്നത്. അതിലൊന്ന് ഇതാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 12th മാൻ ഞാനായിരുന്നു. അപ്പം അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എന്നെ ഈ ഫൈനലിൽ ഗോവയിലാവുമല്ലോ കളി, അപ്പോൾ ഗോവയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. എന്നെ IM വിജയനായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയ സന്തോഷം. അപ്പോൾ ഗോവയ്ക്കൊക്കെയാണ് ഞാൻ പോകുന്നത് ഫൈനൽ കാണാൻ. എൻ്റെ കൂടെ നിങ്ങളും വരണം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.